തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം കടുക്കും. ഇടതിന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ കളത്തിലിറക്കി അട്ടിമറി വിജയത്തിനൊരുങ്ങുകയാണ് UDF. NDA ഇത്തവണ ഘടകകക്ഷിയായ 2020യെ കളത്തിലിറക്കിയാണ് തൃക്കരിപ്പൂരിൽ പോരാട്ടം നടത്തുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമുള്ള തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന ഇവിടെ ഇത്തവണ ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ കോട്ട കാക്കുവാൻ ഇത്തവണ മണ്ഡലത്തിന് സുപരിചിതനായ VPP മുസ്തഫയെയാണ് ഇടതുപക്ഷം ഗോദയിലിറക്കിയിരിക്കുന്നത്. അട്ടിമറി വിജയത്തിനായി BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെയാണ് UDF പോരിനിറക്കിയിരിക്കുന്നത്. 2020യിലെ രവികുളങ്ങരയാണ് NDA സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൂരക്കടവുകളിലും പൂരക്കാവുകളിലും ഉൾപ്പെടെ സന്ദർശിച്ച് ഇടതു സ്ഥാനാർത്ഥി VPP മുസ്തഫ വോട്ട് അഭ്യർത്ഥിച്ചു. നേരത്തെ നിശ്ചയിച്ചതുപോലെ ബുധനാഴ്ച രാവിലെ തന്നെ VPP മുസ്തഫ രണ്ടാം ഘട്ട പര്യടനത്തിനായി ഇറങ്ങി. പെരുമ്പട്ട പാലത്തിന് സമീപത്തായിരുന്നു ആദ്യ സ്വീകരണം. സ്ഥാനാർത്ഥിയെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം, PR ചാക്കോ, PP ഷിബു, K മനോജ് കുമാർ തുടങ്ങിയ നേതാക്കൾ സ്വീകരിച്ചു. തൊട്ടടുത്ത മദ്രസയിലും വീടുകളിലും സ്ഥാപനങ്ങളിലും സന്ദർശിച്ച ശേഷമാണ് മുസ്തഫ വേദിയിലേക്ക് എത്തിയത്. LDF സർക്കാരിന്റെ കാലത്ത് M രാജഗോപാലൻ മണ്ഡലത്തിലുണ്ടാക്കിയ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചായിരുന്നു സംസാരം. തുടർന്ന് പെരുമ്പട്ടയിൽ നിന്ന് ചെങ്കൊടിയേന്തിയ പ്രവർത്തകർ ബൈക്കുകളുടെ അകമ്പടിയോടെ അടുത്ത സ്വീകരണ കേന്ദ്രമായ മൗക്കോട്ടേക്ക് തിരിച്ചു. തുടർന്ന് കപ്പാത്തി, ഭീമനടി, കൂളിപ്പാറ, നർക്കിലക്കാട്, അറക്കത്തട്ട്, കോട്ടമല, മയിലുവള്ളി, നാട്ടക്കല്ല്, കരുവങ്കയം, കുറ്റിത്താന്നി, വായിക്കാനം, പാലാവയൽ, അരിമ്പ, പട്ടേങ്ങാനം, കമ്പല്ലൂർ ഈസ്റ്റ്, ചെറുകറുപ്പ തുടങ്ങിയ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം ബെഡൂരിൽ പ്രചരണം സമാപിച്ചു. വെസ്റ്റ് എളേരി, അരിയങ്കലിൽ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പ്രചരണം പൂർത്തിയാക്കി. വോട്ടഭ്യർത്ഥനയുമായി എത്തിയ പ്രവർത്തകരെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ കയ്യേറ്റം ചെയ്തതായുള്ള വിവരമറിഞ്ഞ് സന്ദീപ് വാര്യർ ചെറുവത്തൂരിലുമെത്തി. ഇത് ജനാധിപത്യ രാജ്യമാണെന്നും എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വിരട്ടൽ വേണ്ടെന്ന മുന്നറിയിപ്പും നൽകിയ ശേഷമായിരുന്നു സന്ദീപ് വാര്യരുടെ തുടർ പര്യടനം. അരിയങ്കല്ലിൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വൻ ആൾക്കൂട്ടം തന്നെയായിത്തീരുന്നു. 60 വർഷത്തിലേറെക്കാലം CPM കുത്തകയാക്കി വെച്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പും മണ്ഡലത്തെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാടും സന്ദീപ് വാര്യർ വിശദീകരിച്ചു. തുടർന്ന് ഓട്ടപ്പടവ്, മൗക്കോട് മുക്ക്, തെരളം, കടയക്കര, മണ്ണാട്ടിക്കവല, പാലക്കുന്ന്, ജീരകപ്പാറ, മൗവേനി, നർക്കിലക്കാട്, എളേരിത്തട്ട്, കുളത്തുകാട്, പറമ്പപാറ, ചട്ടമല, ചമക്കളം, നാട്ടക്കല്ല്, പുങ്ങഞ്ചാൽ, കൂരാങ്കുണ്ട്, പ്ലാച്ചിക്കര, കുന്നങ്കൈ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചും വോട്ട് അഭ്യർത്ഥിച്ചു. UDF നേതാക്കളായ AGC ബഷീർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PKC റൌഫ്, അഡ്വക്കേറ്റ് കരീം, K ശ്രീധരൻ, TS നജീബ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി രവികുളങ്ങര ബുധനാഴ്ച രാവിലെ മടക്കര തുറമുഖത്തു നിന്നുമാണ് പര്യടനം തുടങ്ങിയത്. ഉച്ചവരെ ചെറുവത്തൂരിലെ പ്രധാന പ്രദേശങ്ങളിലെത്തി സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. ഓരിക്കടവം, കൈതക്കാട് ജംഗ്ഷൻ, അച്ചാംതുരുത്തി, കാരി, കണ്ണങ്കൈ എന്നിവിടങ്ങളിലെത്തി വ്യക്തികളെ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് മയിച്ചയിലെ സ്വീകരണ പരിപാടിയിലും പങ്കെടുത്തു. മാറ്റത്തിനും വികസനത്തിനും ഒരു വോട്ട് എന്നതാണ് രവികുളങ്ങരയുടെ അഭ്യർത്ഥന. MLA ആയി തെരഞ്ഞെടുത്താൽ 90 ദിവസത്തിനകം ഭക്ഷ്യസുരക്ഷാ സൂപ്പർ മാർക്കറ്റ് ഉറപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മണ്ഡലമായി തൃക്കരിപ്പൂർ മാറുമെന്നും പിന്നാക്ക തൃക്കരിപ്പൂർ മുന്നാക്ക തൃക്കരിപ്പൂരായി മാറുമെന്നും സ്വീകരണ കേന്ദ്രങ്ങളിൽ രവികുളങ്ങര പറയുന്നുണ്ട്. തുടർന്ന് കൗവൽ, ചെറുവത്തൂർ ടൗൺ, ചെറുവത്തൂർ വില്ലേജ്, കാടങ്കോട്, അസിനാർമുക്ക്, മടക്കരയിൽ എന്നിവിടങ്ങളിലുമെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം A വേലായുധൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ, AK ചന്ദ്രൻ, P രാജീവൻ, അശ്വിൻ ലാൽ, TC രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രഞ്ജിത്ത്, K പവിത്രൻ, രമണി രാജേഷ്, നാരായണൻ മയ്യൽ, MK അഖിൽ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.